പുറത്ത് വന്ന വിഷ്വലിൽ ബസ്സിന് കുറുകെ നിങ്ങളുടെ കാറ് കിടക്കുന്ന ഒരു വിഷ്വലുണ്ട്. അതെങ്ങനെ വന്നതായി? അല്ല, ബസ്സിന് കുറുകെ അല്ല കാർ കിടക്കുന്നത്. അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം. വായിച്ചു കഴിഞ്ഞാൽ അത് കുറുകെ വന്നിട്ടുണ്ട്. കുറുകെ വന്നതല്ല, ബസ്സിന് മുന്നിൽ, അതായത് സിഗ്നൽ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ബസ് പുറകിൽ നിർത്തുകയും ഞങ്ങൾ ബസ്സിന് മുന്നിൽ എത്തുകയും ചെയ്തു. ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയും അതിനുശേഷം ഡ്രൈവറോട് സംസാരിക്കുകയാണ്. വാഹനത്തിൽ കാർ കിടക്കുന്നത് ബസ്സിന് മുൻപിലായിട്ടാണ് മേയർ പറഞ്ഞത്. ഒരെവിടെയും വെച്ച് വാഹനം തടഞ്ഞിട്ടില്ല. വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാവുന്നത്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ആ സാബല്യം കോംപ്ലക്സിന് മുന്നിലുള്ള സിഗ്നലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു. നിങ്ങൾക്ക് CCTV പരിശോധിക്കാമല്ലോ, അവിടെയൊക്കെ CCTV ഉണ്ട്. ഞാൻ പോലീസിനോടും പറഞ്ഞു, സ്മാർട്ട് സിറ്റിയോടും പറഞ്ഞു, മുഴുവൻ CCTVകളും അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ചോളൂ. പക്ഷേ 100% ഉറപ്പ് പറയാം, അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം തന്നെ പറയുന്നു, സാബല്യത്തിന് മുന്നിൽ റെഡ് സിഗ്നൽ ഉള്ളപ്പോഴാണ് അവർ സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ബസ് ബാക്കിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കും. അല്ല, കുറുകെ കിടക്കുന്നത് അതെനിക്കറിയില്ല. ഞാൻ വാഹനം കാർ എന്തായാലും ബസ്സിന് മുന്നിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ബസ്സിന് മുന്നിൽ നിർത്തിയാണ് ഇറങ്ങിയത്. ബസ്സിന് മുന്നിൽ നിർത്തിയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത്. ഈ ഡ്രൈവർ പറയുന്നത് പ്ലാമോട് വെച്ച് ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനം എന്നാണ്. ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കൂ. അവിടെയൊക്കെ CCTV ഉള്ളതാ. നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെട്ട ആ വിഷ്വൽസ് പരിശോധിക്കാം.